ഹായ് ഫ്രണ്ട്സ്, അല്ലൂസ് കിച്ചൻ വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കിന്ന് ജിലേബി എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുന്നത് നോക്കിയാലോ. മധുരം ഇഷ്ടമില്ലാത്തവർക്ക് അല്ലെങ്കിൽ ഷുഗർ ഉള്ളവർക്കൊക്കെ ജിലേബിയോ ലഡുവൊക്കെ കാണുമ്പോൾ കുറച്ച് കഴിക്കണമെന്ന് ഒരാഗ്രഹമൊക്കെ തോന്നാറുണ്ടല്ലേ. അതേപോലെ കൊച്ചു കുട്ടികൾക്കും ഒത്തിരി ഇഷ്ടമാണ് ജിലേബി. ആ ജിലേബി എങ്ങനെയാണ് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. ഈ സ്ഥലം കണ്ടപ്പോൾ ഇത് ഏതാണ് ഈ സ്ഥലമെന്നറിയാൻ നിങ്ങൾക്ക് ചെറിയൊരു ആഗ്രഹം തോന്നിയില്ലേ? ആദ്യം നമുക്ക് ജിലേബി ഉണ്ടാക്കിയിട്ട് വരാം, അതിനുശേഷം നിങ്ങൾക്ക് ഞാൻ ഈ സ്ഥലം പരിചയപ്പെടുത്തി തരാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നമുക്ക് ജിലേബി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ 250 ഗ്രാം ഉഴുന്ന് 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അരച്ചെടുക്കുമ്പോഴത്തേക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളം കൂടി പോകരുത്. വെള്ളം തീരെ കുറച്ച് വേണം അരച്ചെടുക്കാൻ. ഞാനിപ്പോൾ അരച്ചെടുത്താൽ ഒരു ഇത്തിരി വെള്ളം കൂടിയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ എടുത്തേക്കുന്ന ഇടിയപ്പത്തിന് ഉപയോഗിക്കുന്ന തരിയില്ലാത്ത പൊടിയാണ്, അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് കുറച്ച് ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഫുഡ് കളറിൻ്റെ ആവശ്യമില്ല. ഞാൻ വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഫുഡ് കളർ ചേർത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ജിലേബിക്ക് ആവശ്യമായിട്ടുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കുകയാണ്. അതിനായിട്ട് 2.5 കപ്പ് പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് അടുപ്പിൽ വെച്ച് ഒരു നൂൽ പരുവം ആകുന്നോടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഒത്തിരി കട്ടിയാവേണ്ട ആവശ്യമില്ല. നൂൽ പരുവമായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതും 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൊണ്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്താൽ ഷുഗർ സിറപ്പ് പെട്ടെന്ന് കട്ടിയാവത്തില്ല. അപ്പം 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുത്ത് അടുപ്പിൽ നിന്ന് വാങ്ങി വയ്ക്കാം. അങ്ങനെ നമ്മുടെ ഷുഗർ സിറപ്പ് റെഡിയായി. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഗ്യാസിൽ വെക്കുക. അതിനുശേഷം ഇതേപോലെ സിപ്പർ ലോക്കായിട്ടുള്ള ബാഗോ അല്ലെങ്കിൽ സാധാരണ ഒരു നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കുന്ന സാധാരണ ഒരു കവറാണെങ്കിൽ എടുക്കുക. ഞാൻ ഈ സാധാരണ കവറാണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് ഇതേപോലെ ഒരു ഗ്ലാസിൻ്റെ അകത്തേക്ക് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ അറ്റം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ മാവ് നമുക്ക് ഓയിലിൻ്റെ അകത്തോട്ട് ഒഴിക്കുക. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ചെറുതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതേപോലെ കുറേശ്ശെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഓയിൽ ചൂടായതിന് ശേഷം മാത്രം ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്കിത് കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഷേപ്പൊന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ വീട്ടിലുണ്ടാക്കണമല്ലേ. അപ്പോൾ ഇച്ചിരി ഷേപ്പൊക്കെ പോയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുത്ത് നമുക്ക് ചെറു തീയിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഒത്തിരി തീ കൂടിയാൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ചെറു തീയിൽ 2 സൈഡും മറച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഉഴുന്നരച്ചപ്പോൾ ഒരിച്ചിരി വെള്ളം കൂടി പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതാണ് നമ്മൾ വിട്ട് പോകുന്നുണ്ട്. ഉഴുന്ന് അരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളം തീരെ കുറച്ച് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലും ഇത് വലിയ കുഴപ്പമില്ലാതെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് 2 സൈഡും തിരിച്ചും മറിച്ച് നല്ലപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്ക് പഞ്ചസാര ലായനിയിൽ മുക്കിയെടുത്താൽ നമ്മുടെ ജിലേബി റെഡിയാണ്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുത്ത ജിലേബി പഞ്ചസാര ലായനിയിൽ മുക്കിയെടുക്കണം. അപ്പോൾ പഞ്ചസാര ലായനി ചെറു ചൂടുണ്ടാവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചൂട് കുറഞ്ഞു പോയെങ്കിൽ അത് ഗ്യാസിൽ വെച്ച് ഒന്നും കൂടെ ചൂടാക്കിയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇങ്ങനെ 2 മിനിറ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട്, 2 മിനിറ്റ് വേണ്ട, 2 സെക്കൻഡ് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് പഞ്ചസാര ലായനിയിൽ നിന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളുടെ ജിലേബി ഇവിടെ റെഡിയാണ്. ഇതുപോലെ തന്നെ മൈദ ഉപയോഗിച്ചും ബാലൻസ് വരുന്ന ഇഡ്ഡലി ദോശമാവ് കൊണ്ട് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ജിലേബി ഉണ്ടാക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, മൈദയാണ് എടുക്കുന്നതെങ്കിൽ മൈദയിലേക്ക് 1 കപ്പ് മൈദയ്ക്ക് 1/2 കപ്പ് പുളി ഇല്ലാത്ത തൈര് എടുക്കുക. പുളി ഉള്ളതാണെങ്കിൽ 1/4 കപ്പ് മതിയാകും. അതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് ബാറ്റർ റെഡിയാക്കുക. അതേപോലെ ദോശമാവാണെങ്കിൽ ദോശമാവിന് എന്തായാലും ആവശ്യത്തിൽ കൂടുതൽ വെള്ളമുണ്ടാകും. അതിലേക്ക് മൈദ ഇട്ട് കൊടുക്കുക. മൈദയും കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് അതിൻ്റെ വെള്ളം കുറച്ച് ബാറ്റർ റെഡിയാക്കുക. എന്നിട്ട് ഇതേപോലെ തന്നെ നമുക്ക് ജിലേബി ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ
ജിലേബി ഉണ്ടാക്കുന്നത് വളരെ എളുപ്പമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ? നിങ്ങൾ ഉണ്ടാക്കി കഴിക്കുക, നിങ്ങളുടെ കുട്ടികൾക്കും ഉണ്ടാക്കി കൊടുക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റും ചെയ്യുക. ഇനി ഈ സ്ഥലം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇത് ഇസ്രായേലിൽ ടെല്ലവീൽ ഡിസിൻഗോഫ് സെന്റർ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇസ്രായേലിലെ ബിഗ് സിറ്റികളിൽ ഒന്നാണ് ഡിസിൻഗോഫ് സെന്റർ. ഞാനൊരു 2.5 വർഷത്തോളം ഇവിടെയാണ് ജോലി ചെയ്തിരുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ്. വളരെ നൈസായിട്ടുള്ളൊരു സ്ഥലമാണ്. അതേപോലെ നമ്മുടെ ഇന്ത്യൻ എംബസിയും പിന്നെ ടെല്ലവി യാഫോ ചർച്ച് ഇവിടെ അടുത്ത് തന്നെയാണ്. പിന്നെ യാഫോ ബീച്ച് ഉണ്ട്. ഇതെല്ലാം നമുക്ക് നടന്നു പോകാവുന്നതേ ഉള്ളൂ. അതേപോലെ നമുക്കിവിടെ തൊട്ടടുത്ത് തന്നെ നമുക്കൊരു ഇന്ത്യൻ തന്തൂരി റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ നമുക്ക് ഒരു ദിവസം പോകാം. അതേപോലെ തന്നെ എയർപോർട്ടിലേക്കും ഇവിടേക്ക് 1/2 മണിക്കൂർ യാത്രയുള്ളൂ. അങ്ങനെ എല്ലാം കൊണ്ട് വളരെ നല്ലൊരു സ്ഥലമാണിത്. അപ്പോൾ ഇതുപോലെയുള്ള പുതിയ പുതിയ സ്ഥലങ്ങളും പുതിയ പുതിയ രുചികളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക്